കിച്ചു എപ്പോൾ വന്നാലും ഈ റൂമിൽ കിച്ചനുള്ളതാണ്. കിച്ചു എപ്പോൾ വന്നാലും കിച്ചുവിനുള്ളതാണെന്ന് രേണു പറഞ്ഞിരുന്നു. കിച്ചു 2 ദിവസം മുന്നേ അവിടെ വന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ കിടക്കുന്നു, അവിടെ ഒരുത്തൻ കട്ടിൽ കിടക്കുന്ന ആരായിരിക്കും? കിച്ചു ആളെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആ കുട്ടി എത്രമാത്രം വിഷമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഫിറോസിനെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു കാര്യമാണ് സുധയുടെ ഭാര്യ രേണു ചെയ്തിരിക്കുന്നത്. ബാഗും തോളിലിട്ട് ഒരു ഫോണും കയ്യിൽ പിടിച്ച് നീ ഇപ്പോൾ ഓടി നടക്കുന്നുണ്ടല്ലോ, മഴ ചോരാതെ ഒരു വീട് നിനക്കുണ്ടാക്കി കിട്ടിയിട്ട് അതിന് ചോർച്ചയുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വിശദീകരണവുമായി വന്നിരിക്കുകയാണ്. കിച്ചു അവിടെ വന്ന് ഋതപ്പനെ കാണാനാ വന്നപ്പോൾ അവനെ കുട്ടീനെ കാണുന്ന ആ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് തോന്നി, അവനെടുത്ത്, അത്രയേ ഉള്ളൂ. ആ കുട്ടിയെ ഒരുപാട് നീ വിഷമിപ്പിച്ചു. 5 വർഷം നീ നോക്കി, ഞാനല്ലേ നോക്കിയത്. 5 കൊല്ലം അവനെ നോക്കിയതിൻ്റെ കണക്കൊക്കെ നീ മുമ്പൊരിക്കൽ ഓൺലൈൻ മീഡിയൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയണേ ഞങ്ങളൊക്കെ കേട്ടതാ. കിച്ചു കണ്ടിട്ടുണ്ടാവല്ലോ ആ വീഡിയോ. കിച്ചുവിന് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. 5 വർഷം തന്നെ കൂടെ. ഇനി ആ കുട്ടി നിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും പോകുന്നില്ല. അവൻ വലുതാകും തോറും അവിടെ അവൻ്റെ അമ്മയില്ല, അച്ഛനും ഇല്ലാതെ. രേണമ്മ എന്താ ചെയ്യുന്നത്? അവളുടെ ചേച്ചി, അവളുടെ അച്ഛൻ, അവളുടെ അമ്മ, അവർക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നു. രേണുവിന് ഏറ്റവും നല്ലത് വാടക വീടാണ്. കാര്യം അവിടെ അടിക്കാതെയും തുടയ്ക്കാതെയും പോയിട്ട് കൊണ്ടുപോകാം. പൈസ മുടക്കി ഒരാളൊരു വീട് പണിത് തന്നിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വീട് അങ്ങ് ഒഴിവാക്കി കൊടുക്കുക. ഫിറോസിനെ ഫോണിൽ വിളിച്ചോ വോയിസ് മെസ്സേജ് അയച്ചും ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇടാം. ഇവര് പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം വീഴുക അല്ലെങ്കിൽ ചാറ്റിലടിക്കുന്നത് തന്നെയാണ് ലൂവേഴ്സിനുള്ളിൽ കൂടെ ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അവര് നിർബന്ധമായിട്ട് പറയുകയാണ് ചോർച്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഏതെങ്കിലും ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി. ഞങ്ങൾ പറയുന്നത് അത് ചോർച്ചല്ല എന്ന് പറയുന്നത്. 2-3 തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ. വോയിസ് കേട്ടല്ലോ. നമ്മളെ എയറിൽ നിന്നൊന്നും എടുത്തുകൊണ്ട് വരുന്നതല്ല ഇത്. അദ്ദേഹം ഒരു മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. കുറച്ച് ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, കുറച്ചുകൂടെ ഉണ്ട്. അത് മാത്രം കേട്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. മുഴുവനും കാണിക്കേണ്ട ആവശ്യവുമില്ല. രേണു നിൽക്കേണ്ടിടത്തിൽ രേണു നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയതെല്ലാം നഷ്ടപ്പെടും. ഓടി നടന്ന് അഭിനയിക്കുക. എന്താ അഭിനയം! മഞ്ജു വാര്യരും സീമയും ഒക്കെ അപ്പം നിൽക്കും. അതുപോലെ ഒരു മമ്മൂട്ടി കൂടെ ഉണ്ടല്ലോ. മമ്മൂട്ടിയും മോഹൻലാലും മാറി നിൽക്കുന്ന അഭിനയമുള്ളൊരു പ്രതീക്ഷ. ഈ ചെക്കനെയൊക്കെ കയറൂരി വിട്ടേക്കാണെന്ന് തോന്നുന്നു. സുധിയുടെ ഭാര്യ രേണുവിൻ്റെ കൂടെ നടന്ന് പ്രതീക്ഷ നോക്കിക്കോ. പ്രതീക്ഷ ഒന്നും അല്ലാണ്ടാവും, ഉറപ്പാണ്. ആരും അംഗീകരിക്കാതാവും പ്രതീക്ഷനെ. അവസാനം അവളെ ഈ കോപ്രായത്തിനനുസരിച്ച് അവൾ റീൽ ചെയ്യുന്നേരം ചാരി നിൽക്കണം. അവൻ എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും രേണു ആണ് ആള്.